പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എണ്ണയും അധികം വേണ്ട, അധികം പാത്രങ്ങളും കഴുകാനുണ്ടാവില്ല. ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? ചിക്കനും മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ടാവില്ലേ, ഒന്ന് മാറ്റി പിടിക്കണം ഇടയ്ക്ക് തോന്നാറില്ലേ? അതേപോലത്തെ അവസ്ഥയാണ് ഞാനും. ഒരേ സാധനം തന്നെ കഴിച്ചിട്ട് മടുത്തപ്പോൾ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് നോക്കിയതാണ്. ബട്ടൂരിയും ബട്ടർ ചിക്കനും കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചാൽ അത് ഉണ്ടാക്കാമെന്ന്. പിന്നെ രാത്രിയല്ലേ, അപ്പം എണ്ണയിലൊക്കെ മുക്കി വറക്കണ്ടേ, അതങ്ങനെ അങ്ങ് ഒഴിവാക്കി. പിന്നെയും ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത്. ഇത് ചിക്കൻ പെരട്ടും പാൽ പത്തിരിയും. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇതുവരെ ചെയ്യാത്തതല്ലേ, പാൽ കപ്പയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പാൽ പത്തിരി കഴിച്ചിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഓൺ ആക്കിയത് കൊണ്ട് ഭാഗ്യമായി. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കുമ്പോൾ ഷൂട്ട് ചെയ്യണ്ടേ. ഇതിപ്പോൾ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം വേണ്ടത് 2 ഗ്ലാസ് അല്ലെങ്കിൽ 2 കപ്പ് പത്തിരിപ്പൊടിയാണ്. അതിലുണ്ടാവുമല്ലോ, പച്ചവെള്ളത്തിൽ കുഴക്കുന്നതാണോ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണോ അല്ലെങ്കിൽ വാട്ടി കുഴക്കുന്നതാണോ, എന്താണോ മെത്തേഡ് അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള പത്തിരിപ്പൊടി എടുത്തത് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ആ വെള്ളം കുറച്ച് അധികം എടുത്തിട്ട് തിളപ്പിച്ച് വെച്ചോളൂ, കാരണം ഓരോ അരിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം ആ ഗ്ലാസ്സിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ആ ഉപ്പിട്ടതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തു. എന്നിട്ട് പിന്നെയും അടുത്ത ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ 3 ഗ്ലാസ്, ഞാൻ 3 തവണ ഫുൾ ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണേ. 2 ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 3 ഗ്ലാസ് തിളച്ച വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും, അതാണ് കണക്ക്. എല്ലാം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചൂട് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് കുഴക്കാൻ പറ്റൂ. അതിനുശേഷം ചൂടാറിയാൽ നന്നായിട്ട്, അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ചിലപ്പം പത്തിരിക്ക് പച്ചരിയൊക്കെ വറുത്ത് പൊടിക്കാറില്ലേ, അതാണെങ്കിൽ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് തിളച്ച വെള്ളം തന്നെ മതിയാവും. ചിലപ്പോൾ നോക്കിയിട്ട് എക്സ്ട്രാ എടുത്താൽ മതി, 3 ഗ്ലാസ് വേണ്ടി വരില്ല. കുഞ്ഞി പത്തലാണ് ഉണ്ടാക്കുന്നത്, പത്തലെന്നോ പത്തിരിന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഇതിൻ്റെ എഡ്ജസൊക്കെയുള്ള സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് തന്നെ കുഴക്കണം. നമ്മൾ കുഴക്കുന്നത് ഒന്നങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അറ്റത്തൊക്കെ ഒരു പൊട്ടൽ മാതിരി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ ഉള്ളം കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണയാക്കിയിട്ട് ഓരോ ബോൾ എടുത്തിട്ട് ഉരുട്ടി അങ്ങനെ കല്ലിൽ പരത്തലാണ്. കല്ലിൽ എണ്ണയൊന്നും ഇല്ലാതെയാണ് കണ്ടത്. പക്ഷേ ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിട്ട് എനിക്കിപ്പം നമ്മൾ ഇരുമ്പ് കല്ലാണല്ലോ, അതായത് ഇത് ഇരുമ്പിൻ്റെ അയേണിൻ്റെ കല്ലാണ്, നോൺ സ്റ്റിക്ക് അല്ല. അപ്പോൾ ഇത് വിട്ട് കിട്ടാൻ പണിയാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി എണ്ണ അവിടെ അങ്ങ് കല്ലിലങ്ങ് ഒഴിച്ചു. നമ്മൾ കൈകളിൽ ആക്കിയിട്ട് ഒഴിക്കുന്നതും കല്ലിൽ മൊത്തമായിട്ടൊന്നും ഷാലോ ഫ്രൈയും അല്ല, അതിനേക്കാളും കുറച്ചേ ഉള്ളൂ. ഒന്ന് മയപ്പെടാൻ വേണ്ടി മാത്രം എണ്ണ തൂകിയതിന് ശേഷം അങ്ങനെ അങ്ങ് ആക്കി. പിന്നെ ഞാൻ കയ്യിൽ നമ്മൾ എണ്ണ ആക്കിയിട്ടില്ല കേട്ടോ, ഇത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പത്തലിൻ്റെ കുഴ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. അറ്റമൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ചുട്ടതൊക്കെ അറ്റത്ത് നന്നായിട്ട് ഒരു വിള്ളൽ പോലെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ ഞാൻ ചെയ്തതെന്നറിയോ, രണ്ടാമത് കുഴക്കാൻ നിന്നില്ല, ആ ഉരുട്ടുന്ന സമയത്ത് അങ്ങ് അമർത്തി ഉരുട്ടി ബോളാക്കി മാറ്റി. അപ്പോൾ പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ പത്തലിൻ്റെ അറ്റമൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണെങ്കിൽ ഒന്നുകിൽ നന്നായിട്ട് ഒന്നും കൂടെ കുഴക്കുക, അല്ലെങ്കിൽ വെള്ളം കുറച്ച് കുറഞ്ഞു പോയതായിരിക്കും. പച്ചവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതേ സമയത്ത് തന്നെ ഞാനിപ്പോൾ ചിക്കനും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പൊന്ന് മാറ്റുകയാണ്. കാരണം ഈ ഒരു അടുപ്പ്, ആദ്യത്തെ അടുപ്പ് കുറച്ച് വലുതാണ്. അപ്പോൾ പത്തലിന് അത്ര അടുപ്പ് ഫ്ലെയിം കൂടുകയാണെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ, ഫുള്ള് വേവയില്ല. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലുള്ള അടുപ്പിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ്റെ പണി നോക്കാം. 1/2 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. നിങ്ങൾ 1 കിലോ ആണെങ്കിൽ ഇതെല്ലാം ഡബിളാക്കി എടുത്താൽ മതി. 1/2 കിലോ ചിക്കന് 2 ടീസ്പൂൺ കാശ്മീരി മുളകും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അത് പുരട്ടി വെക്കുക. ഈ പത്തിരിയുടെ പണിയുടെ മുന്നേ തന്നെ ചിക്കൻ പുരട്ടി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആ മസാലയെല്ലാം ഉള്ളിൽ പിടിക്കുമല്ലോ. പത്തിരി ചുടുമ്പോൾ എപ്പോഴും കല്ല് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലേക്ക് മാറ്റണം. എന്നിട്ട് പരത്തിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. അല്ലെങ്കിൽ മുകൾ ഭാഗം അത്ര വെന്ത് കിട്ടില്ല, കാരണം നമ്മൾ എണ്ണ കുറച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ ആ ഭാഗത്ത് ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് നടുവിൽ. അത്രയും പെട്ടെന്ന്, അതായത് ഇരുമ്പിൻ്റെ കല്ലാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പലരും വിചാരിക്കും ഇരുമ്പിൻ്റെ കല്ലാവുമ്പം കൂടുതൽ ഗ്യാസ് പോവില്ലെന്ന്. ഇരുമ്പ് ശരിക്കും പറഞ്ഞാൽ ചൂടാവാൻ സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സിമ്മിലിട്ട് കഴിഞ്ഞാൽ ആ ചൂട് കുറേ സമയം നിൽക്കും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നോൺ സ്റ്റിക്കിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇരുമ്പിൻ്റെ തന്നെയാണ്. ഇപ്പോഴത്തെ ചിക്കന് വേണ്ടിയിട്ടും കല്ല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി, അതൊരു 5-8 നമ്മുടെ കുരുമുളകില്ലേ, ആ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവുമാണ് ആദ്യം ഇട്ടത്. ഇനി കുരുമുളക് നമുക്ക് അങ്ങനെ അങ്ങ് ഇടാനില്ലെങ്കിൽ
കുരുമുളക് പൊടി ഇട്ടാലും മതി. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ചൂടാക്കി അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടിയൊക്കെ അല്ലെങ്കിൽ പാനൊക്കെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ എണ്ണ ഒഴിക്കുക. എണ്ണ 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ. നമുക്ക് ഈ ഒരു ചിക്കനിൽ അത്ര മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇനി എക്സ്ട്രാ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. എന്നിട്ട് ഒരു 20 ചെറിയുള്ളിയും 1 കുടം വെളുത്തുള്ളിയുടെ പകുതിയും, അതായത് ഒരു 8 അല്ലെങ്കിൽ 7 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും, ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇട്ടതാണ്. ഒന്ന് നന്നായിട്ട് ചൂടാക്കുക, അതും കൂടെ അതിലേക്ക് മാറ്റുക. ഇനിയിപ്പം ആ ചൂട് തണിഞ്ഞിട്ട് വേണം അത് അരച്ചെടുക്കാൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് അതിലേക്ക് ഇടുക. പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്നങ്ങ് വേവട്ടെ. അതിനിടയിൽ നമുക്ക് തണിഞ്ഞ ആ ഒരു ഉള്ളിയുടെ കൂട്ടില്ലേ, അത് നമുക്ക് അരച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ പത്തിരി അവിടെ സെറ്റായിട്ടുണ്ട്. നടുഭാഗ കരിഞ്ഞത്, ആ കരി ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അതിട്ടതിന് ശേഷം വീണ്ടും ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് രണ്ടാമത്തെ ബാച്ച് ഇടുക. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇടുക, എണ്ണ വേണ്ടെങ്കിൽ വേണ്ട, കാരണം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇത്തിരിയും കൂടെ അടുത്ത ബാച്ചിൽ ഒഴിക്കുന്നുണ്ട്. ഈ ഒരു എണ്ണ പേരിനെന്നൊക്കെ പറയില്ലേ, അത്രയേ ഒഴിക്കുന്നുള്ളൂ. ഇതിപ്പം നമ്മുടെ തുണി കൊണ്ടങ്ങ് തടവിയാലും മതി. ഞാനിപ്പം അങ്ങനെ തടയിട്ടില്ലെന്നേ ഉള്ളൂ, കാരണം ഇതിങ്ങനെ മുരിഞ്ഞെടുക്കുന്ന നമ്മുടെ പത്തിരിയല്ല, ഇത് സോഫ്റ്റായിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ എണ്ണ അധികം ആവശ്യമില്ലാണ്ട് നല്ല ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ മേലെ ചെറിയൊരു പണി അടുത്തത് വരുന്നുണ്ട്. അങ്ങനെ ഒരു അടുപ്പിൽ പത്തിരിയും അടുത്ത അടുപ്പിൽ നമ്മുടെ ചിക്കനും ഉണ്ട്. അതിനിടയിൽ നമ്മുടെ ഉള്ളിയൊക്കെ അന്നങ്ങ് തണിഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കണം. അരച്ചിട്ട് ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം 1 പച്ചമുളകും 1 മീഡിയം സൈസ് തക്കാളിയും ഒന്നങ്ങ് മുറിച്ച് ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് അങ്ങ് ഇടുക. അത് അരപ്പിൻ്റെ കൂടെ വേണ്ട കേട്ടോ, കാരണം എല്ലാം കൂടെ അരഞ്ഞ് ഒരു പരുവാവുമല്ലോ. പച്ചമുളകും നമ്മുടെ ആ ഒരു തക്കാളി എന്തായാലും അരിഞ്ഞിട്ടുണ്ടാവും. ലാസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം, ഇത് 1/2 കിലോ ചിക്കൻ്റെ അളവാണ്. 1 കിലോ ആണെങ്കിൽ ഇതെല്ലാം ഡബിൾ ആക്കിക്കോളൂ. പിന്നെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ വരാം. ആ ഉള്ളി അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൊടി ഉണ്ടായിരുന്നില്ലേ, ആദ്യം വറുത്ത് വെച്ചത്, എല്ലാം കൂടെ ഒരുമിച്ചാണ് അരച്ച് വെച്ചത്. അതുകൊണ്ടാണ് ആ ഉള്ളിക്ക് ബ്രൗൺ കളർ വന്നത്. ഇനിയിപ്പോൾ ചെറിയുള്ളി തൊലി കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വലിയുള്ളി എടുത്തോളൂ. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇത് ചെറിയ ഉള്ളി തന്നെയാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. കാരണം മസാലയിൽ ഉപ്പില്ലല്ലോ, നമ്മൾ ചിക്കനിൽ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് നന്നായിട്ട് ഇളക്കി അടച്ച് വേവിക്കുക. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ കുക്ക് ചെയ്താൽ മതി. കാരണം നമ്മളിത് കുക്കറൊന്നുമല്ല എടുക്കുന്നത്. പിന്നെ ഇതേപോലെ ചിക്കൻ ഉണ്ടാക്കുന്നതാണ് കുക്കറിലാക്കുന്നതിനേക്കാളും ടേസ്റ്റ്. കുക്കറിൽ ഒറ്റയടിക്ക് നമുക്ക് വേവിച്ചൊക്കെ അല്ലെങ്കിൽ വിസിൽ വരുന്നത് വരെ വേവിച്ചൊക്കെ എടുക്കാം. പക്ഷേ രുചി ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ചിക്കനെല്ലാം മസാല എല്ലാം അങ്ങ് പുരണ്ട് വന്നിട്ടുണ്ട്. മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഞാനതങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പ് കടായിലോ എന്തിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അപ്പം തന്നെ അങ്ങ് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റണം. അതിലിരിക്കും തോറും ആ ഒരു നമ്മുടെ ആ വിഭവത്തിന് അല്ലെങ്കിൽ ആ ഡിഷിന് ഇരുമ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, അങ്ങ് ഇറങ്ങി വരും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പിന്നെ അയൺ കണ്ടൻറ്റ് കുറവുള്ള ആൾക്കാരെല്ലാം ഇരുമ്പ് പാത്രങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കും അറിയാം. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാണ്. എന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഇപ്പം നോൺ സ്റ്റിക്ക് ഒന്നും പാത്രങ്ങളില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. 1-2 നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇരുമ്പ് പാത്രങ്ങൾ എടുക്കുന്നതിനേക്കാളും നോൺ സ്റ്റിക്ക് തന്നെയായിരിക്കും നല്ലത്. പിന്നെ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 1 കൊല്ലം കഴിയുമ്പോൾ നമുക്കത് മാറ്റുക. അതിൻ്റെ ഇടയിൽ മല്ലിയില എക്സ്ട്രാ ബാക്കി ഞാൻ അങ്ങ് തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അരമുറി തേങ്ങ എടുത്തിട്ട് അത് ചിരകി ഒന്ന് പാലെടുത്ത് വയ്ക്കുക. അതായത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കട്ടിയുള്ള പാൽ തന്നെയായിരിക്കും നല്ലത്. 2 കപ്പ് പാൽ എടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷമുള്ള പണിയാണ് ഈ കാണുന്നത്. അതായത് 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു 3 ചെറിയുള്ളി അരിഞ്ഞിട്ട് അതും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ആ പാലിലേക്ക് ഇടുക. തേങ്ങാപ്പാൽ ചൂടൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ളു ഉപ്പും കൂടെ തേങ്ങാപ്പാലിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ ഈ മുരിഞ്ഞിട്ടുള്ള, നേരത്തെ പറഞ്ഞില്ലേ, മുരിഞ്ഞിട്ടുള്ള പത്തലാണ് കഴിക്കാറുള്ളത്. അപ്പം ഇത് എന്ന് വെച്ചാൽ പത്തൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ആ ഒരു പത്തിരിന്നോ പത്തലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളധികവും പത്തൽ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ആ നമ്മുടെ തേങ്ങാപ്പാലില്ലേ വറവിട്ടത്, അത് അങ്ങനെയും അങ്ങ് അതിലേക്ക് ഒഴിച്ച് കുതിർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ചൂടോടെ തന്നെ അങ്ങ്, അതായത് പത്തൽ നമ്മൾ ചുട്ട് എല്ലാം റെഡിയാക്കുമല്ലോ, അപ്പോൾ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുക. അപ്പം നമ്മൾ ആ ഒരു പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ വിളമ്പുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നൊരു ഫുഡ് കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി വിഭവമാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമല്ലേ. താങ്ക്